ഇനി നമ്മൾ പഠിക്കുന്നത് ലൈറ്റിംഗ് സർക്യൂട്ടിൻ്റെ കുറച്ച് ഡിസൈൻ ആസ്പെക്ട്സുകളാണ്. ലൈറ്റിംഗ് സ്മോൾ പവർ സർക്യൂട്ട്സിലേക്ക്. അപ്പോൾ ഓരോ ലൈറ്റ് അല്ലെങ്കിൽ ഫാൻ സർക്യൂട്ടിൽ മിനിമം നമ്മൾ 2000 വാട്ട്സ് വേണം കരുതാൻ. പിന്നെ അത് മിനിമം 2.5 സ്ക്വയർ എമ്മിൻ്റെ LSF കോപ്പർ വയർ വേണം, ലോ സ്മോക്ക് ആൻഡ് ഫ്യൂം കോപ്പർ വയർ വേണം യൂസ് ചെയ്യാം. മാക്സിമം 16 ആംപിയറിൻ്റെ MCB അതായത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിസൈൻ സ്റ്റേജിൽ നമ്മൾ ലൈറ്റ് ഫിക്സേഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഒരു നോർമൽ ലൈറ്റ് ആൻഡ് ഫാൻ പോയിൻ്റ് 100 വാട്ട്സ് ആയിട്ട് കരുതണം. പിന്നെ അതിൻ്റെ ഫ്ലൂറസൻ ലാംപ്സിൻ്റെ വാട്ടേജ് ഒരു 1.8 ടൈംസ് ആയിട്ട് കരുതണം. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലത്ത് ആക്ച്വൽ കണ്ടക്ടർ സൈസ് അല്ലെങ്കിൽ ആക്ച്വൽ ലൈറ്റിൻ്റെ വാട്ടേജ് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇത് ഡിസൈൻ പർപ്പസിനാണ് ഈ പറഞ്ഞത് 100 വാട്ട്സ് ആയിട്ട് അസ്യൂം ചെയ്യാനുള്ള കേസ്. പിന്നെ പല സ്ഥലങ്ങളിലും റേഡിയൽ സബ് സർക്യൂട്ട് 13 ആംപ്സ് സോക്കറ്റുള്ള റേഡിയലായിട്ടുള്ള കുറച്ച് പ്ലഗിൻ്റെ പോയിൻറ്റ്സ് കൊടുക്കാറുണ്ട്. അതായത് റേഡിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു റിംഗ് ടൈപ്പ് വേണമെങ്കിൽ പറയാം, ആ ഒരു ടൈപ്പാണ്. അതിൻ്റെ കൺട്രോൾഡ് ബൈ 20 ആംപിയർ സ്വിച്ചാണ് ഡി ബിയിൽ, അല്ലെങ്കിൽ 20 ആംപിയർ MCB ആയിരിക്കും ഡി ബിയിൽ നിന്ന് വന്നത്. സോറി, അത് റേഡിയലാണ്. ഈ നമ്മുടെ 10 മാക്സിമം ഒരു 10 വരെയുള്ള റിംഗ് ടൈപ്പ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കിച്ചണിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ 30 ആംസിൻ്റെ സർക്യൂട്ട് ബ്രേക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് റേഡിയൽ ടൈപ്പിൻ്റെ ഇതിൽ വരുന്നത്. നമ്മളിങ്ങനെ സോക്കറ്റുകൾ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പാണ് റേഡിയൽ ടൈപ്പ്. മറ്റു പല എക്സാമ്പിൾസ് ചെയ്തേക്കണ കാണാം അതിൻ്റെ അകത്ത് റേഡിയൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത് റിംഗ് ടൈപ്പാണ്. റിംഗ് ടൈപ്പിൽ 2 സൈഡിൽ നിന്നും സപ്ലൈ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ലൈൻ പോകുന്ന കാണാം. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്നുണ്ട്, കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ന്യൂട്രലും അങ്ങനെ തന്നെ, എർത്തും അങ്ങനെ തന്നെ. സോ അതാണ് റിംഗ് ടൈപ്പ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റേഡിയൽ ടൈപ്പിൽ 20 ആംപ്സ് സർക്യൂട്ട് ബ്രേക്കറും 13 ആംപിയറിൻ്റെ മാക്സിമം 5 പോയിൻറ്റുകളുമാണ് പറയുന്നത്. നമ്മുടെ റേഡിയൽ ടൈപ്പാണെങ്കിൽ മാക്സിമം 10 പോയിൻറ്റ് 30 ആംപിയറിൻ്റെ സർക്യൂട്ട് ബ്രേക്കറാണ് പറയുന്നത്. പിന്നെ കാൽക്കുലേഷൻ പർപ്പസിന് 200 വാട്ട്സ് മിനിമമായിട്ട് അസ്യൂം ചെയ്യണം. ജനറലായിട്ടുള്ള പർപ്പസിനാണ്. അതർ ദാൻ കിച്ചൺ ആണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ട്വിൻ സോക്കറ്റ്സ് ഉണ്ടെങ്കിലും അത് 2 പോയിൻ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്നുള്ള കേസും കൂടി അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഒരു 15 ആംസിൻ്റെ സോക്കറ്റ് എടുത്ത് അതിൻ്റെ കറണ്ട് ഡിമാൻഡ് 15 വേണമെന്ന് വേണം അസ്യൂം ചെയ്യാം. ജനറൽ പർപ്പസിന് വേണ്ടി എടുക്കുന്നതിന് മിനിമം 1000 വാട്ട്സും ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ ഇതിലൊക്കെ 1000 വാട്ട്സ് ആയിട്ട് കൂട്ടും. അതിൻ്റെ അകത്തൊന്നും കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും കാൽക്കുലേഷൻ പർപ്പസിന് 1000 വാട്ട്സ് കൂട്ടും. നമ്മുടെ 500 വാട്ട്സ് ആയിരിക്കും നമ്മുടെ റെസിഡൻഷ്യൽ പർപ്പസിന് കൂട്ടുന്നത്. നമ്മുടെ AC പോലത്തെ ലോഡിന് ഒറിജിനൽ ലോഡ് കണ്ട് മനസ്സിലാക്കി അത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ കാൽക്കുലേഷന് വേണ്ടി. ഈ ചെറിയൊരു സാധനങ്ങൾ, ഇലക്ട്രിക് ക്ലോക്ക് അല്ലെങ്കിൽ 5VA താഴെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളുടെ ലോഡ് അസസ്മെൻറ്റ് വേണ്ടി നമ്മളത് കണക്കൂട്ടാറില്ല എന്നാണ് പിന്നെ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ചില ഷോറൂംസോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്പേസ് ഉണ്ടാവും, അവിടെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെയും അസ്യൂംഡ് ലോഡ് എന്താണെന്നുള്ളത് ഡിനോട്ട് ചെയ്യണം ഡ്രോയിങ്സിലൊക്കെ. അപ്പോൾ ആ കേസും പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഡിമാൻഡിൻ്റെ ഒരു കേസാണ് ഈ പറയുന്നത്. അപ്പോൾ ടോട്ടൽ കണക്റ്റഡ് ലോഡ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ DBയുടെ അതനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് അറ്റ് എ ടൈം എന്തൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടോട്ടലായിട്ട് എന്തൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ടോട്ടൽ കണക്റ്റഡ് ലോഡ്. മാക്സിമം ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഫുള്ള് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് പാർട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് അവിടെ വരുന്നത്. അവിടെ അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ലോഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഷെഡ്യൂള് നമ്മൾ ഡിവൈലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് വേണം. അപ്പോൾ അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നുള്ളൊരു കേസാണ് പറയുന്നത്. ഡിമാൻഡ് ഫാക്ടർ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. അതായത് ഒറിജിനൽ കണക്റ്റഡ് ലോഡിൻ്റെ കൂടെ ഒരു ഫാക്ടർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രയാണ് ആക്ച്വലി ലോഡ് വരുന്നത്. അതിൻ്റെ ഇത്ര ശതമാനം 80%, 90% ഒക്കെയാണ് അറ്റ് എ ടൈം ചിലപ്പോൾ യൂസ് വരുള്ളൂ. സോ ആ പാർട്ടാണ് ഈ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കതിങ്ങനെ മാക്സിമം ഡിമാൻഡ്, കണക്റ്റഡ് ലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഫോം അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ ഒരു സാധനം ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് സർക്യൂട്ടിൻ്റെ നമ്പറും അതിൻ്റെ DB ഏതാണോ അത് സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ, അതിൽ യൂസ് ചെയ്യുന്ന സ്വിച്ച് ഗിയേഴ്സ്, അതിൻ്റെ ഫാൾട്ട് ലെവൽ കാൽക്കുലേഷൻസ്, പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന കേബിൾസ്, അങ്ങനെ എർത്തിങ്ങിൻ്റെ കണ്ടക്ടർ സൈസ്, പിന്നെ ഓരോ ഫേസുകളിൽ എത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കേസ്,
അങ്ങനെ ടോട്ടൽ കണക്ട് ലോഡ് എത്ര, മാക്സിമം ഡിമാൻഡ് എത്ര, എന്ത് ടൈപ്പ് ഓഫ് മീറ്ററാണ് വേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫൈനലി കോൺട്രാക്ടറിൻ്റെ, സൂപ്പർവൈസേഴ്സിൻ്റെ, കൺസൾട്ടൻറ്റിൻ്റെയൊക്കെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഡി ബിയുടെ സിംഗിൾ ഫേസ് ഡി ബി ആണെങ്കിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതിൻ്റെ ഡി ബി ഷെഡ്യൂളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡി ബി ഷെഡ്യൂൾ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ ഡി ബിയുടെ ഡീറ്റെയിൽസും അതിൽ വരുന്ന സർക്യൂട്ട് നമ്പർ C1 C2 എന്നൊക്കെ ഒരു സർക്യൂട്ട് നമ്പറാണ്. അത് യൂസ് ചെയ്യുന്ന MCB, അതിൽ യൂസ് ചെയ്യുന്ന കേബിൾ, അത് എവിടേക്കാണ്, ഏതൊക്കെ റൂമിലേക്കാണ് എന്നുള്ള അതിൻ്റെ അകത്ത് ഓരോ സർക്യൂട്ടിലും വന്ന ലൈറ്റ്, ഫാൻ, കുക്കർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ എണ്ണങ്ങൾ, എത്ര വാട്ട്സാണ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. യൂസ് ചെയ്യുന്ന കേബിൾസിൻ്റെ സൈസ് എഴുതാൻ പറ്റും. അങ്ങനെ 2-3 ടേബിൾസ് ഉണ്ട്. ഇതിപ്പോൾ 3 ഫേസിന് വേണ്ടിയുള്ളതാണ്. 3 ഫേസിൻ്റെ ഇതേപോലെ ടേബിൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഡി ബി ഷെഡ്യൂൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഇത് നോക്കിയിട്ട് പോയിൻറ്റ് ഷെഡ്യൂൾ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ആണ്. ഇതിൽ R1, R1, B1, R2, A2, B2 അങ്ങനെ റെഡിൻ്റെ സർക്യൂട്ട്സ് 6 സർക്യൂട്ട് ഉണ്ട്, യെല്ലോൻ്റെ 6 സർക്യൂട്ട് ഉണ്ട്, ബ്ലൂവിൻ്റെ 6 സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഷെഡ്യൂൾസാണ് അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ഡീറ്റെയിലും നമ്മൾ എഴുതാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ടോട്ടൽ വരുന്ന ഒരു മെയിൻ പാനൽ നമ്പർ, അതിന് യൂസ് ചെയ്യുന്ന ലോഡുകൾ, അതിൻ്റെ കിലോ വാട്ട്, അതിൻ്റെ അകത്ത് കംപ്രസേഴ്സ് ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ ചില്ലറോ ട്രാൻസ്ഫോമറോ മോട്ടർ ലോഡിനൊക്കെ വേണ്ടിയാണ് ഇത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് വരുന്നത് എത്ര, മാക്സിമം സ്റ്റാർട്ടിങ് കറണ്ട് എത്ര വരും, പിന്നെ റിമാർക്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ഒരു ടേബിളാണ്. അതിന് മാക്സിമം കറണ്ട് ഓൺ ട്രാൻസ്ഫോമർ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ആ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യുമ്പോൾ ഇതിലേറ്റവും ഹയസ്റ്റ് മോട്ടർ ലോഡ് ഓണാകുമ്പോഴത്തേക്കും ട്രിപ്പ് ആവാതെ ഇരിക്കാനുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇത് ഓരോ MDBയിലും പെർമിറ്റ് ചെയ്തേക്കുന്ന മാക്സിമം ഡിമാൻഡ് ഓഫ് ലോഡാണ് കാണിച്ചിരിക്കുന്നത്. 60 amps ഫീഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ 30 kW വരെ മാക്സിമം അലൗഡ്. അങ്ങനെ 400 amps ആകുമ്പോഴത്തേക്കും 200 kW വരെ മാക്സിമം അലൗഡ്. അതിന് മുകളിൽ വരികയാണെങ്കിൽ 1000 kV ട്രാൻസ്ഫോമർ വെക്കണം. അതിൽ മാക്സിമം 1000 kV ട്രാൻസ്ഫോമർ മാക്സിമം അലൗഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 800 kW ആണ്. 1500 ട്രാൻസ്ഫോമറിന് അലൗഡ് 1200 kW ആണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ലിമിറ്റ് ഓഫ് മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞുള്ളൊരു ലിസ്റ്റ് കൊടുത്തേക്കുന്നത്. ഡിവൈഡ് ട്രാൻസ്ഫോമേഴ്സ് മോട്ടർ ആൻഡ് എയർ കണ്ടീഷണേഴ്സിലേക്ക് സപ്ലൈ ആണെങ്കിൽ അത് 100 kW വരെയുള്ള മാക്സിമം ഇൻഡിവിജ്വൽ ലോഡേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ അതിൽ മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന ലോഡാണ് കാണിച്ചേക്കുന്നത്. 1500 മാക്സിമം 950 kW വരെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 1000 kVക്ക് മാക്സിമം 650 വരെ കണക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ 100 kW മുകളിൽ പോകുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളുണ്ട്. അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ടിൻ്റെ അധികം കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കേണ്ടി വരും. നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റേറ്റിംഗ്, സ്റ്റാർട്ടർ എന്ത് ടൈപ്പാണ് അങ്ങനെ. അപ്പോൾ സ്റ്റാർട്ടർ ഇപ്പോൾ VFD ആണെങ്കിൽ കറണ്ട് കുറേ ലിമിറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ അത്ര ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. DOL ഒട്ടും ലിമിറ്റേഷൻ ഇല്ല. ഭയങ്കര 7 times ഒക്കെ വരെ കറണ്ട് വരാം. പിന്നെ കംപ്രസറിൻ്റെ എണ്ണവും അതിൻ്റെ സ്റ്റേജസ് ഓഫ് ഓപ്പറേഷനും എല്ലാം ഇതിൻ്റെ അകത്ത് ഫാക്ടേഴ്സാണ്. അപ്പോൾ മാക്സിമം അത് പ്രകാരമുള്ള കറണ്ടിൽ വേണം നമ്മുടെ മെയിൻ ഇൻകമറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അതിനപ്പുറം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവാനുള്ള രീതിയിൽ വേണം നമ്മൾ സെറ്റിങ്സ് ചെയ്യാൻ. ഇതിലെല്ലാത്തിനും അവരെടുത്ത് പറയുന്നത് ഇതിൻ്റെ കാൽക്കുലേഷൻ ബൈ ക്വാളിഫൈഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അവരുടെ ഡിഗ്രി ഓഫ് നോളേജ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ പലതരം പ്രോജക്റ്റിലും പല രീതിക്കായിരിക്കണം ഡിമാൻഡും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇത് അപ്രൂവലിന് വേണ്ടി ഡിവൈലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേബിൾസും പറയാനുള്ളത്. ഈ ഡോക്യുമെൻറ്റിൽ നോക്കി മനസ്സിലാക്കുക. ഓക്കെ.